അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. തന്നെ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വേവിച്ചെടുത്ത ക്യാരറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വേവിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടാണ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 3 മീഡിയം സൈസ് ക്യാരറ്റ് തൊലിയെല്ലാം മാറ്റിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പപ്പായാണ്. നല്ല പഴുത്തിട്ടുള്ള പപ്പായാണ്. നമ്മൾ 1 കപ്പ് ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം 1/2 കപ്പ് പപ്പായാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള പപ്പായ തൊലി മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഷമാം എന്ന് പറയുമ്പോൾ 1/2 കപ്പ് ഷമാം ഇതാ എടുത്തിട്ടുണ്ട്. അപ്പം 1 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് പപ്പായ, 1/2 കപ്പ് ഷമാം, ഇത് 3ആണ് എടുത്തിട്ടുള്ളത്. ഷമാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഷമാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റും പപ്പായയും നമ്മുടെ വീട്ടിലുള്ളതാണ്. ഷമാം വേണമെന്ന് നിർബന്ധമില്ല. ആ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഷമാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില ഐസ്ക്രീമാണ്. 2 സ്കൂപ്പ് ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഐസ്ക്രീം ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് ഇതിനുണ്ടാവുള്ളൂ. ഐസ്ക്രീം ചേർത്ത് കൊടുത്തതുകൊണ്ട് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഐസ്ക്രീമിൽ വാനിലയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ട്. പ്രത്യേകിച്ച് വാനില എസൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഐസ്ക്രീം ചേർത്തതുകൊണ്ട് കുറച്ച് മധുരം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൽ മധുരമുണ്ട്, നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് കറക്റ്റ് ഒരു പാകത്തിനുള്ള മധുരമാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള കട്ടപ്പാലാണ്. 1/2 ലിറ്റർ കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇടികല്ല് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഇടിച്ചെടുത്തതാണ്. 1/2 ലിറ്റർ കട്ടപ്പാൽ ഇതിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ ഇത് പാക്കറ്റ് പാലായതുകൊണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറി ഒന്ന് തണുപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ടപ്പാൽ ഒഴിച്ചു കൊടുത്തു, എന്നാൽ കൂടി കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറുകിയാണ് ഇതിരിക്കുന്നത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് മാതളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ മാതളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇത് മാത്രം കഴിച്ചാൽ മാത്രം മതി വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഇത് നോമ്പ് സമയത്തും ചൂട് സമയത്തും ഒക്കെ ഇത് 1 ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സാണ്. കശുവണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി കറുത്തതായാൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഏത് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കുക. കറുത്ത ഉണക്കമുന്തിരി ആണെങ്കിൽ കുറച്ചും കൂടെ കാണാനും ഭംഗിയായിരിക്കും, കഴിക്കാനും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, തികച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇത് കുറച്ച് കുറുകിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നോമ്പ് സമയത്തും ചൂട് സമയത്തും ഒക്കെ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കി കഴിക്കാൻ തോന്നും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം.
കുറച്ച് കോൺഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ കുട്ടികളെല്ലാം അറിയാതെ തന്നെ കഴിച്ചു പോകും. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. വീട്ടിലില്ലാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഷമാ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഡ്രിങ്ക്. ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്തിയാണ്. അപ്പോൾ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ ഇതിൽ ചേർത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഈ നോമ്പ് സമയത്തും അതുപോലെ തന്നെ ചൂട് സമയത്തും ഇതുപോലെ ഒരു പ്രാവശ്യം ഈ ഡ്രിങ്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്